മഴക്കാലമാണ്. നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഇത് ഞങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ മുന്നിൽ ഒരു അപകടം നടന്നു. നല്ല മഴയും അതോടൊപ്പം കാറ്റും. ആ സമയത്ത് യാത്ര ചെയ്തവരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ കാറ്റ്, മഴ എന്നിവയൊന്നും നിസ്സാരമായി കാണരുത്. ഓടിക്കൊണ്ടിരിക്കുന്ന 2 ബൈക്കിൻ്റെ മേലെയാണ് മരം വീണത്. ഇത് ആർക്കും സംഭവിക്കാൻ പറ്റുന്ന ഒരു അപകടമാണ്. കാറ്റും മഴയുമുള്ളപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് സുരക്ഷിതമായി ഇരിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. കേരള ഫയർഫോഴ്സിൻ്റെ സംയോജിതമായ ഇടപെടൽ മുഖേന അവരെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി. പിന്നെ ഫയർഫോഴ്സും KSEBയും ചേർന്ന് മരച്ചില്ലകളും മരക്കൊമ്പുകളെല്ലാം മുറിച്ചെടുത്ത് മരത്തിനടിയിൽ കിടന്ന ബൈക്കിനെ പുറത്തെടുത്തു. വളരെ പണിപ്പെട്ടാണ് അവരതെടുത്തത്. ഒന്ന് മാത്രം പറയാനുള്ളൂ, മഴക്കാലത്ത് നമ്മൾ യാത്ര വളരെ സൂക്ഷിച്ച് ചെയ്യാവൂ. പ്രത്യേകിച്ച് കാറ്റുള്ള സമയത്ത്. എത്ര വലിയ മരമാണെങ്കിലും കാറ്റ് ചുവട്ടിയടിക്കുമ്പോൾ മരം പൊട്ടി വീഴാറുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. മരക്കൊമ്പിൽ മഴ പെയ്ത് നനയുമ്പോൾ കൊമ്പ് താനെ ഭാരം കൊണ്ട് പൊട്ടി വീഴാറുണ്ട്. എന്തിനും സൂക്ഷിക്കുന്നതാണ് വളരെ ഉത്തമം. കുറച്ച് നേരം യാത്ര ഒന്ന് മാറ്റിവെച്ച് മഴയൊന്ന് തോരുന്നവരെ, ഇല്ലെങ്കിൽ കാറ്റൊന്ന് മാറുന്നവരെ ഒരു ഭാഗത്ത് സുരക്ഷിതമായ കെട്ടിടമോ കടയോ എന്തിൻ്റെയും ഒരു ഭാഗത്ത് വണ്ടി പഠിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് കാത്തിരുന്ന് സമയമെടുത്ത് പോകുന്നതാണ് നല്ലത്. ഏത് സമയത്ത് എത്തുവാണെങ്കിലും ഏത് മരങ്ങളും പൊട്ടി വീഴാം. പല മരങ്ങളും പഴക്കം ചെന്നതാണ്. സൂക്ഷിക്കുന്നതാണ് ഉചിതം. എന്തെങ്കിലും അപകടം സംഭവിച്ച ശേഷം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ മുൻകരുതലെടുത്താണ് വേണ്ടത്. എപ്പോഴും മഴക്കാലത്ത് ഒരു അപകടം മുൻകൂട്ടി കണ്ടുവേണം യാത്ര ചെയ്യാൻ. അതുപോലെ തന്നെ അമിത സ്പീഡും വണ്ടിയുടെ ടയറെല്ലാം സ്കിറ്റാകാൻ അത് കാരണമാകുന്നുണ്ട്. അതും വൻ അപകടത്തിലെത്തിച്ചേരും.